ശിശുക്ഷേമ സമിതിയിൽ മുഴുവൻ സമയ ഡയറ്റീഷ്യൻ വേണമെന്ന ആവശ്യം കൈക്കൊള്ളാതെ ആരോഗ്യവകുപ്പ്. ശിശുക്ഷേമ സമിതിയിലെ 28 കുഞ്ഞുങ്ങൾക്കാണ് പോഷകാഹാരക്കുറവുള്ളത്. നിലവിൽ ഒരു തവണ മാത്രം ഡയറ്റീഷ്യൻ ശിശുക്ഷേമ സമിതി സന്ദർശിച്ച് നിർദ്ദേശം നൽകുന്ന രീതി പര്യാപ്തമല്ല എന്നാണ് പരാതി. സനീസ ശോഭാചന്ദ്രൻ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. സനീസ, എന്തൊക്കെയാണ് വിവരങ്ങൾ? അമൃത, തൈക്കാടുള്ള ഈ ശിശുക്ഷേമ സമിതിയിൽ 18 വയസ്സുവരെയുള്ള 100-ൽ പരം കുട്ടികളാണ് ഉള്ളത്. ഇതിൽ 64 പേർക്കൊഴികെ പോഷകാഹാരക്കുറവുണ്ട്. 28 പേർ കാറ്റഗറി 3 വിഭാഗത്തിലാണ്. എന്ന് വെച്ചാൽ ഗുരുതര പോഷകാഹാരക്കുറവുള്ള വിഭാഗത്തിൽ തുടരുന്ന കുട്ടികളാണ്. ഇവിടെ തൈക്കാട് ആശുപത്രിയിൽ നിന്ന് മാസത്തിൽ ഒരിക്കൽ ഡോക്ടർ വന്നാണ് കുട്ടികളുടെ ഡയറ്റ് തീരുമാനിക്കുന്നത്. കുട്ടികളുടെ തൂക്കവും അളവുമൊക്കെ നോക്കി അവർക്ക് വേണ്ട മുട്ട, പാല് തുടങ്ങി അവരുടെ ഡയറ്റ് തീരുമാനിക്കുന്നത് ഇത്തരത്തിലാണ്. പക്ഷേ ഗുരുതര പോഷകാഹാര കുറവുള്ളത് കൊണ്ട് തന്നെ ഇവർക്ക് ഒരു മുഴുവൻ സമയ ഡയറ്റീഷ്യന്റെ ആവശ്യകതയുണ്ട്. ഇതുകൊണ്ട് കാര്യമില്ല, ഇത്തരത്തിൽ മാസത്തിൽ ഒരിക്കൽ വന്ന് ചെക്ക് ചെയ്യുന്നത് കൊണ്ട് കാര്യമില്ലെന്ന് പറഞ്ഞ് മെയിൽ തന്നെ DMOയ്ക്ക് കത്ത് നൽകിയിരുന്നു. പക്ഷെ 4 മാസം പിന്നിട്ടിട്ടും യാതൊരുവിധ നടപടിയും ഇതിലുണ്ടായിട്ടില്ല. ശിശുക്ഷേമ സമിതിയിൽ മുഴുവൻ സമയം ഡയറ്റീഷ്യൻ വേണമെന്ന ഒരു ആവശ്യം മുന്നോട്ട് വെച്ചിട്ട് മാസങ്ങൾ പിന്നിടുകയാണ്. ആവശ്യം കൊള്ളാതെ ഇത്തരത്തിൽ വലിയൊരു അനാസ്ഥയാണ് ആരോഗ്യ വകുപ്പിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. പോഷകാഹാരക്കുറവുള്ള 28 കുഞ്ഞുങ്ങൾ ദുരന്തപൂർണമായിട്ടുള്ള ഒരു ജീവിതമാണ് നയിക്കുന്നത്. അമൃത. ശരി.